ഹലോ, നമ്മുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞു, സ്കൂൾ തുറന്നു. ഇനി സ്കൂളിൽ മെല്ലെ മെല്ലെ പരിപാടികളൊക്കെ തുടങ്ങി. അതിനിടയിലൂടെ നമ്മളെ പേപ്പർ കിട്ടുന്നുണ്ട്. ഇനി പാരൻസ് മീറ്റിംഗ് നടക്കാണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇനി അടുത്ത ചലഞ്ചും ഓപ്പണായി. നമ്മുടെ ഒരു അക്കാഡമിക് ഇയർ നമ്മൾ 3 ഭാഗമായിട്ടല്ലേ തിരിച്ചിട്ടുള്ളത്. കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, കൊല്ലപ്പരീക്ഷ. അതിലെ ഫസ്റ്റത്തെ ഒരു ഭാഗം കഴിഞ്ഞു, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി 2 പാർട്ടാണ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിന് വേണ്ടി പഠിച്ചു തുടങ്ങുകയാണ്. ഏതാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ട്? അതാണ് ഡിസംബറിൽ വരാൻ പോകുന്നത് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങാണ്. അങ്ങനെ ക്രിസ്മസ് പരീക്ഷയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ആദ്യത്തെ പാഠമാണ് സീ ഫീവർ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സീ ഫീവർ ഫുള്ള് പെട്ടെന്ന് ഏറ്റവും ഈസി ആയിട്ട് പറഞ്ഞു, വളരെ ഷോർട്ടായിട്ട് കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങാന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളതിൽ നിന്ന് പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഈ കാര്യം വെച്ച് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് വരാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സീ ഫീവർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് തുടങ്ങാം. ഒരു പാഠം പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ആ പാഠത്തിന്റെ പേര് തന്നെയാണ്. പാഠത്തിന്റെ പേരെന്താ? സീ ഫീവർ. പാഠത്തിന്റെ പേരെന്താണ്? സീ ഫീവർ എന്നാണ് പാഠത്തിന്റെ പേര്. ഞാനിത് പറയാൻ കാരണം പല കുട്ടികൾക്കും പാഠത്തിന്റെ പേര് പോലും അറിയില്ല. ഞാനൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾ പാഠത്തിന്റെ പേരെന്താ വെച്ചാൽ ചില കുട്ടികൾക്ക് അറിയില്ല. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ പാഠത്തിന്റെ പേരാണ്. നിങ്ങളുടെ പാഠത്തിന്റെ പേരെന്ന് പറയുന്നത് സീ ഫീവർ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കാര്യം ആ പോയറ്റിന്റെ ഓതറുടെ പേരാണ്. സീ ഫീവർ ഈസ് എ പോയം ബൈ ജോൺ മെസ്ഫീൽഡ്. എഴുതിയിട്ടുള്ളത് ആരാണ്? ജോൺ മെസ്ഫീൽഡ് എന്ന് പറയുന്ന ആളാണ് എന്ത് എഴുതിയിട്ടുള്ളത്? സീ ഫീവർ എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഈ ഒരു പേര് കേട്ടപ്പോൾ സീ ഫീവർ എന്നുള്ളൊരു പേര് കേട്ടപ്പോൾ കടലുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓതറായിട്ടുള്ള ജോൺ മെസ്ഫീൽഡ് കടലിലേക്ക് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു യാത്രയ്ക്ക് കടലിലേക്ക് ഒരു യാത്രയിൽ കപ്പലിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയാൻ പോകുന്നത്. മനസ്സിലായോ? ജോൺ മെസ്ഫീൽഡ് ഒരു കപ്പൽ യാത്ര നടത്തിയ ഒരു അനുഭവമാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നമ്മളൊരു പാഠം പഠിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാഠത്തിന്റെ തീം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പാഠത്തിന്റെ തീം എന്ന് പറയുന്നത് സീ ഫീവർ എന്ന് പറയുന്ന പാഠത്തിന്റെ തീം എന്താന്ന് വെച്ചാൽ ഹ്യൂമൻ സ്പിരിറ്റ് ഫോർ അഡ്വഞ്ചർ. സീ ഫീവറിന്റെ തീം എന്താണ് മക്കളെ? ഇപ്പം തന്നെ പഠിച്ചു പോകണം. ഹ്യൂമൻ സ്പിരിറ്റ് ഫോർ അഡ്വഞ്ചർ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞേരെ. നമ്മളോട് ഒരാൾ പറയാം ആ വഴിക്ക് പോകരുത്, നമുക്ക് അങ്ങോട്ട് പോയോക്കുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. ഇത്രേ ഉള്ളൂ. സാഹസികപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു നോക്കാൻ. ഇപ്പം അച്ഛനും അമ്മയും പറയും വെള്ളത്തിലിറങ്ങി കളിക്കരുതേ, കുളത്തിലൊന്നും നീന്താൻ പോരുതേ, നമ്മൾ പോയി കുളത്തിൽ നീന്തും. ആ തീ കൊണ്ട് കളിക്കരുതേ, അങ്ങനെ ചെയ്യരുതേ, നമ്മൾ ചെയ്യും. സൈക്കിൾ നോക്കി ഓടിക്കണേ, മെല്ലെ ഓടിക്കണേ, നമ്മൾ സ്പീഡിൽ ഓടിച്ചു നോക്കും. വണ്ടി മെല്ലെ ഓടിക്കണേ, നമ്മൾ സ്പീഡിൽ ഓടിച്ചു നോക്കും. ഇതൊക്കെ നമ്മൾ അഡ്വഞ്ചർ, മനുഷ്യന് സാഹസികത ചെയ്യാനുള്ള ഭയങ്കര വലിയൊരു ത്വരയുണ്ട്. ആ ഒരു ത്വരയാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത് കേട്ടോ. ഇതിന്റെ തീമായിട്ട് വരുന്നത് എന്താണ്? ഇതിന്റെ തീം ഹ്യൂമൻ സ്പിരിറ്റ് ഫോർ അഡ്വഞ്ചർ. മനുഷ്യന് സാഹസികതയോടുള്ള അടങ്ങാത്ത അധിനിവേശം. ഇതാണ് എക്സാക്റ്റ് അതിന്റെ മലയാളം വരുന്നത്. ഇത് പറയുമ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ച് മാറ്റി വെക്കൂലേ? എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ, ഇത്രയും മനുഷ്യരുണ്ടായിട്ടും എവറസ്റ്റിന്റെ മുകളിൽ ആദ്യമായിട്ട് പദമൂന്നിയ ഒരു പർവ്വതാരോഹകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എഡ്മണ്ട് ഹിലറി എന്നാണ്. ഈ ഒരു മനുഷ്യന് പറഞ്ഞൊരു കാര്യമുണ്ട്. പല തവണ തോറ്റപ്പോഴും ലോകം അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയും? എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടി, ഒരു കൊടുമുടിയായ നിനക്ക് വളരാൻ പറ്റൂല, പക്ഷെ ഒരു മനുഷ്യനായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരാൻ പറ്റും, ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ലോകത്ത് ആദ്യമായിട്ട് എവറസ്റ്റിന്റെ മുകളിൽ പദമൂന്നിയ പർവ്വതാരോഹകനായി മാറാണ് ആര്? എഡ്മണ്ട് ഹിലറി എന്ന് പറയുന്ന മനുഷ്യൻ. ഇന്നും കാലം എത്ര കഴിഞ്ഞാലും ആ മനുഷ്യന്റെ പേര് ചരിത്രത്തിലുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വളരാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ, എന്നെ കൊണ്ട് പറ്റുന്നുള്ള തോൽവികളിൽ പതറിപ്പോകാണ്ട് മുന്നോട്ട് നടന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, എഡ്മണ്ട് ഹിലറി. ലോകത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റിൽ ആദ്യമായിട്ട് പദമൂന്നിയ മനുഷ്യൻ എത്തിപ്പറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉയരങ്ങളിൽ ആദ്യമായിട്ട് പദമൂന്നിയ പർവ്വതാരോഹകൻ എഡ്മണ്ട് ഹിലറിയാണ്. അദ്ദേഹത്തിന്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ലൈഫ് ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. ഈ ഒരു സംഭവം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക. നിങ്ങളുടെ പുസ്തകങ്ങൾക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് വളരാൻ പറ്റും. ആ പുസ്തകത്തെ നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. എഡ്മണ്ട് ഹിലറി മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന പർവ്വതത്തെ കീഴടക്കിയ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ പുസ്തകത്തെയും എന്ത് ചെയ്യാൻ പറ്റും? സധൈര്യം അതിനെ നേരിട്ട് നിങ്ങൾക്ക് അതിനെ കീഴടക്കാൻ പറ്റും. തോൽവികളിൽ പതറാണ്ട് അടിയുറച്ച് മുന്നോട്ട് നടക്കുക. തോൽവികളിൽ പതറാണ്ട് അടിയുറച്ച് നിങ്ങൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പുസ്തകത്തെ കീഴ്പ്പെടുത്തി നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഒരിക്കലും ആരോടും ഫുള്ള് മാർക്ക് വാങ്ങണമെന്ന് പറയുന്നില്ല. നിങ്ങളിവിടെ കൈവച്ച് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ മാർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് എത്ര മാർക്കായിക്കോട്ടെ, എത്ര കുറഞ്ഞ മാർക്കായിക്കോട്ടെ, എത്ര കൂടിയ മാർക്കായിക്കോട്ടെ, ഞാനത് കൈവച്ച് ചോദിക്കും, ഞാൻ ഓക്കെ ആണോ? എനിക്ക് കിട്ടിയ മാർക്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണോ? അത് മതിയടാ. പഠിച്ച് എന്തെങ്കിലും വാങ്ങും. നിങ്ങളുടെ സോളിനെ നിങ്ങൾ സാറ്റിസ്ഫൈ, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും.
വളരെ കുറച്ച് സമയമല്ലുള്ളൂ മനുഷ്യന് ഭൂമിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. നെഞ്ഞത്ത് കൈ വെച്ച് ചോദിക്കുമ്പം നിങ്ങൾ ഹാപ്പി ആവണം നിങ്ങളുടെ മാർക്കിൽ. ഓക്കെ, മുന്നോട്ട് പോകാം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ സ്പീക്കറാണ്. ആരാണ് നമ്മളോട് ഈ കഥ പറയുന്നത്? ആരാണ് ഈ ഒരു എന്താ പറയുക, ഈ സീ ഫീവർ എന്ന് പറയുന്ന പോയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്? സ്പീക്കർ എന്നാണ് അതിന് പറയാം. നമ്മളോട് സംസാരിക്കുന്ന ആൾ, നമ്മളോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ എന്താ പറയുക? സ്പീക്കർ എന്നാണ് നമ്മളോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പറയുക. ഇവിടുത്തെ സ്പീക്കർ ആരാണ്? ഓതർ തന്നെയാണ്. നമ്മുടെ ഓതറായിട്ടുള്ള ജോൺ മെസ്ഫീൽഡ് തന്നെയാണ് ഇതിൽ ആരായിട്ട് വരുന്നത്, സ്പീക്കറായിട്ട് വരുന്നത്. അദ്ദേഹമാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ബേസിക്കായിട്ട് ഇത്ര കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ശരിക്കും സീ ഫീവർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വലിയൊരു ഭയങ്കര എന്താ പറയുക, കുറേ കാര്യങ്ങൾ പറഞ്ഞ് കുറേ ആളുകൾ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നൊക്കെ ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, സീ ഫീവർ ഈസ് എ പോയം ബൈ ജോൺ മെസ്ഫീൽഡ്. ദ തീം ഓഫ് ദ പോയം ഈസ് ഹ്യൂമൻ സ്പിരിറ്റ് ഫോർ അഡ്വഞ്ചർ. ദ സ്പീക്കർ ഓഫ് ദ പോയം ഈസ് ദ ഓതർ ജോൺ മെസ്ഫീൽഡ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസകളുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സൗണ്ടൊക്കെ കിട്ടുന്നു? ഹലോ 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 ഹലോ. ഇനി നമുക്കിതിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസകളുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് എന്താ? ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. എനിക്ക് വീണ്ടും കടലിലോട്ട് തന്നെ പോകണം എന്ന് പറയാണ്. അതിൻ്റെ മുന്നേ ഇവിടെ ഐ എന്ന് പറയുന്നത് ആരാ? അതിൻ്റെ സ്പീക്കർ ആരാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓതറായിട്ടുള്ള ജോൺ മെസ്ഫീൽഡ് തന്നെയാണ്. അദ്ദേഹം പറയാം, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. എനിക്ക് വീണ്ടും കടലിലോട്ട് തന്നെ പോകണം. ടു ദ ലോൺലി സീ, ഏകാന്തമായിട്ടുള്ള കടലിലേക്ക്. ആൻഡ് ദ സ്കൈ, അതിൻ്റെ മുകളിലുള്ള ആകാശത്തെയും എനിക്ക് കാണണമെന്ന് പറയാണ്. ഇതാണ് ആദ്യത്തെ വരി. ആ ഒരു വരിയുടെ സമ്മറി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ വാണ്ട് ടു ഗോ ടു ദ സീ അഗെയിൻ വേർ ഐ ക്യാൻ സീ ദ സ്കൈ ആൻഡ് ഫീൽ ഫ്രീ. അപ്പോൾ ഫസ്റ്റത്തെ വരി അതാണ്. നമ്മുടെ ഓതറിന് വീണ്ടും എവിടേക്ക് പോകണം? കടലിലേക്ക് പോകണം. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഐ വാണ്ട് ടു ഗോ ടു ദ സീ അഗെയിൻ വേർ ഐ ക്യാൻ സീ ദ സ്കൈ ആൻഡ് ഫീൽ ഫ്രീ. ഒന്നാമത്തെ വരി ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ വരി എന്താ? ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ ടോൾ ഷിപ്പ്. ഞാൻ ആകെ കൂടെ ചോദിക്കുന്നത് ഒരു വലിയ കപ്പലാണ്. വലിയ കപ്പൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റേ പായക്കപ്പലില്ലേ? ഈ കപ്പലിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, പായ് പോലത്തെ സാധനമൊക്കെ കെട്ടിയിട്ട് കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോലെ, അതാണ് പായക്കപ്പൽ എന്ന് പറയുക. ഓൾ ഐ ആസ്ക് ഈസ് എ ടോൾ ഷിപ്പ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പായക്കപ്പലാണ്, പായക്കപ്പൽ. ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ. സ്റ്റാറോ? ഇവിടെ നക്ഷത്രം എന്തിനാന്ന് വെച്ചാൽ ദിക്ക് മനസ്സിലാക്കാനാണ്. പണ്ട് ആളുകൾ ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി നക്ഷത്രങ്ങളെ ഉപയോഗിക്കാറുണ്ട്. അതിനാണ് കേട്ടോ അവിടെ സ്റ്റാർ എന്ന് പറയുന്നത്. ഒരു നക്ഷത്രത്തെയും വേണം എനിക്ക് വഴികാട്ടിയായിട്ട്. അപ്പം എന്താ പറയുന്നത്, അതിൻ്റെ ഇംഗ്ലീഷ് സമ്മറി എന്താ? ഓൾ ഐ വാണ്ട് ഈസ് എ ബിഗ് ഷിപ്പ്. എനിക്ക് വേണ്ടത് വലിയൊരു കപ്പലാണ്. ആൻഡ് എ സ്റ്റാർ ടു ഗൈഡ് ഇറ്റ് ബൈ. ആ കപ്പലിനെ മുന്നോട്ട് ശരിയായ ദിക്കിലേക്ക്, ശരിയായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് എന്ത് വേണം? ഒരു സ്റ്റാറും വേണം. രണ്ടാമത്തെ വരിയും ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ നോക്കാം. ആൻഡ് ദ വീൽസ് കിക്ക്. വീൽസ് കിക്ക് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, റഫായിട്ടുള്ള കടലിലൂടെ കപ്പൽ ഓടിക്കുമ്പോൾ അതിന് സ്റ്റെയറിംഗ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. നമ്മൾ അങ്ങോട്ട് തിരിക്കാൻ നോക്കുമ്പോൾ അത് ഇങ്ങോട്ട് തന്നെ വരും. ഈ ഒരു സംഭവത്തിനാണ് വീൽസ് കിക്ക് എന്ന് പറയാം. ആൻഡ് ഈ വീൽസ് കിക്ക് ഇതിലൊരു ഒരു ഇമേജറിയുടെ എക്സാമ്പിൾ കേട്ടോ. ടാക്ടൈൽ ഇമേജറി, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ അടിക്കുക എന്ന് പറഞ്ഞാൽ ടാക്ടൈൽ ഇമേജറി. ഞാനിപ്പം ഈ ഒരു ബോർഡിന് ഇങ്ങനെ തട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ടാക്ടൈൽ ഇമേജറി, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വണ്ടി ഓടിക്കുക, വണ്ടീൻ്റെ ഹാൻഡിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ടാക്ടൈൽ ഇമേജറിയാണ്. നമുക്ക് എന്താ പറയുക, ഫീൽ ചെയ്യാൻ പറ്റൂലേ? കൈമലൊക്കെ അങ്ങനെ ഒരു ഫീൽ കിട്ടൂലേ? അതാണ് സംഭവം ടാക്ടൈൽ ഇമേജറി. സോ വീൽസ് കിക്ക് എന്ന് പറയുന്നത് ഒരു ടാക്ടൈൽ ഇമേജറിയാണ്. ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ്. എനിക്ക് ആ സ്റ്റെയറിങ്ങിൻ്റെ ആ ഒരു കുലുക്കം, ആ ഒരു ഇളക്കം, ആ ഒരു ഫീല് കിട്ടണം. ആൻഡ് വിൻഡ് സോങ്, കാറ്റ് ഇങ്ങനെ അടിക്കുന്ന കാറ്റിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും. കാറ്റിൻ്റെ ശബ്ദം കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ ഒരു കാറ്റിൻ്റെ ശബ്ദവും ഫീൽ ചെയ്യണം. അതിൻ്റെ ഇംഗ്ലീഷ് സമ്മറി എന്താ? ഐ വാണ്ട് ടു ഹോൾഡ് ദ ഷിപ്സ് വീൽ. എനിക്ക് ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീല് പിടിക്കണം. ഫീൽ ദ വിൻഡ്, കാറ്റ് ഫീൽ ചെയ്യണം. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി എന്താ? ആൻഡ് ദ വൈറ്റ്, അതിൻ്റെ ബാക്കി ആൻഡ് ദ വൈറ്റ് സെയിൽ ഷേക്കിംഗ്. ആൻഡ് എനിക്ക് എന്തും കൂടി വേണം അതിൻ്റെ കൂടെ തന്നെ. ആൻഡ് ദ വൈറ്റ് സെയിൽ ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ പായക്കപ്പല്ലേ, ആ പായ ഇങ്ങനെ ആടുന്നത് എന്ത് ചെയ്യണം? കാണണം എന്ന് പറയാണ്. ആൻഡ് ദ വൈറ്റ്
സെയിൽസ് ഷെയ്ക്കിങ്. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? വാച്ച് ദ സെയിൽസ് ഫ്ലട്ടർ. ആ ഒരു കപ്പലിൻ്റെ പായയുടെ ഒരു കാറ്റിലുള്ള ആട്ടവും അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് പറയാണ്, കാണണമെന്ന് പറയാണ്. ഓക്കെ, ഇതിൽ അവസാനത്തെ വരി, ആൻഡ് ദ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്. ആൻഡ് ദ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്. ആ ഒരു കടലിലുള്ള ഒരു ഗ്രേ മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടിക്കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയല്ലേ. ആൻഡ് ദ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് ആൻഡ് ദ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. ആ ഒരു ഗ്രേ മിസ്റ്റ്, ആ ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥയും അതുപോലെ ആ പ്രഭാതം ഇങ്ങനെ പൊട്ടിമുളച്ചു വരുന്ന, പ്രഭാതം ഇങ്ങനെ പുലർന്നു വരുന്ന ആ ഒരു കടലിലെ ആ ഒരു പ്രഭാതം ഉണ്ടല്ലോ, അതും കാണണമെന്ന് പറയാണ്. അതിന് സമ്മറിയാണ്, സീസ് അഗെയിൻ. എനിക്ക് വീണ്ടും കടലിലോട്ട് തന്നെ തിരിച്ചു പോകണം. ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്. എന്നെ കടൽ വിളിക്കുന്നുണ്ട്, കടലിലെ തിരമാലകൾ എന്നെ മാടി വിളിക്കുന്നുണ്ട്. എനിക്ക് വീണ്ടും എവിടേക്ക് പോകണം? കടലിലേക്ക് പോകണം. ഇറ്റ് ഈസ് എ വൈൽഡ് കോൾ. അതൊരു വന്യമായിട്ടുള്ളൊരു കോളാണ്. നല്ല അടിപൊളി വിളിയാണ് എന്നെ വിളിക്കുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എ ക്ലിയർ കോൾ, ക്ലിയർ ആയിട്ടാണ് വിളിക്കുന്നത്. ദാറ്റ് മെ നോട്ട് ബി ഡിനൈഡ്. അതെന്ത് ചെയ്യാൻ പറ്റൂല? കേട്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. എന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിളിക്കുന്നുണ്ട്, ആ വിളി ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കേട്ടിട്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. എനിക്ക് വീണ്ടും കടലിലേക്ക് പോകണം. എന്തുകൊണ്ടാണ്? എന്നെ തിരമാലകൾ ആഞ്ഞ് വിളിക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിളിക്കുന്നുണ്ട്. ആ വിളി എനിക്ക് കേട്ടിട്ടില്ല എന്ന് നടിക്കാൻ പറ്റൂല എന്ന് പറയാണ്. അടുത്ത സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? അങ്ങനെ പോകുമ്പോൾ എനിക്ക് വേണ്ടത്, ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ്, ഞാൻ ആകെ കൂടെ ചോദിക്കുന്നത്, എ വിൻഡി ഡേ, നല്ല കാറ്റുള്ള ഒരു ദിവസമാണ്. നല്ല കാറ്റുള്ള ദിവസം തന്നെ ആ പായക്കപ്പൽ സുഖമായിട്ട് പോവാനാണ്. വിത്ത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്, നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശം, മേഘങ്ങൾ, നല്ല വെളുത്ത മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു ആകാശവുമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്ര മാത്രം മതി എനിക്ക്. അദ്ദേഹം പറയാണ്, എനിക്ക് വീണ്ടും കടലിലോട്ട് തന്നെ പോകണം. എന്നെ തിരമാലകൾ വിളിക്കുന്നുണ്ട്, ആ വിളി എനിക്ക് ഒരിക്കലും കേട്ടിട്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല, കാരണം അത്രയും ക്ലിയർ ആയിട്ടാണ് വിളിക്കുന്നത്. ഞാൻ അങ്ങനെ കടലിലോട്ട് പോകുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. എനിക്ക് ആകെ കൂടെ ആവശ്യമുള്ളത് എന്താണ്? എനിക്കൊരു വിൻഡി ഡേ, നല്ല കാറ്റുള്ള ഒരു ദിവസം വേണം. ആൻഡ് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്, ആകാശം നിറയെ നല്ല വെളുത്ത മേഘങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള വെതർ ആയിരിക്കണം. ഇനി അദ്ദേഹം പറയുന്നത് എന്താ? ആൻഡ് ദ ഫ്ലങ് സ്പ്രേ, ആ ഒരു ഞുരയും പതയൊക്കെ എന്ന് പറഞ്ഞാൽ കടലിൽ ഇങ്ങനെ എന്താ പറയാ, ഈ എന്താ പറയാ വെള്ളത്തിന്റെ തുള്ളികളൊക്കെ ഇങ്ങനെ തെറിക്കൂലേ, അതാണ് ഫ്ലങ് സ്പ്രേ. ആൻഡ് ദ ബ്ലൗൺ സ്പ്യൂം എന്ന് പറഞ്ഞാലാണ് ഈ നുരയും പതയും എന്നൊക്കെ പറയുന്നത്. തിരക്ക് അടിച്ചു വരുമ്പോൾ ഇങ്ങനെ പത വരില്ല, ഞാൻ ബ്ലൗൺ സ്പ്യൂം എന്ന് പറയാം. ആൻഡ് ദ സീഗുൾസ് ക്രൈയിങ്, ഈ കടൽ കാക്കകളുടെ കരച്ചിലൊക്കെ കേട്ട് കടലിൽ നിന്നിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് നുരയും പതയൊക്കെ വന്ന് അതൊക്കെ കണ്ട് എനിക്ക് കടലിലൂടെ ഇങ്ങനെ പോകണം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഓദർ പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് എനിക്ക് വീണ്ടും കടലിലോട്ട് തന്നെ തിരിച്ചു പോകണം. ഫോർ ദ സീ ഈസ് കോളിംഗ് മീ, കടൽ എന്നെ വിളിക്കുന്നുണ്ട്. ഇറ്റ്സ് എ സ്ട്രോങ് കോൾ, നല്ല സ്ട്രോങ് ആയിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ദാറ്റ് കാനോട്ട് ബി ഇഗ്നോർ, ദാറ്റ് കാൺട്ട് ഇഗ്നോർ ദ കോൾ, ഐ കാൺട്ട് ഇഗ്നോർ. എനിക്ക് ആ കോൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എന്നെ കടലിങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കലും ആ കോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് വിളിക്കുന്നുണ്ട്. ഓൾ ഐ വിഷ് ഫോർ ഈസ് എ ക്ലിയർ വെതർ, എനിക്ക് ആകെ കൂടെ വേണ്ടത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വെതറാണ്. എ വിൻഡി ഡേ, നല്ല കാറ്റുള്ള ഒരു ദിവസമായിരിക്കണം. ഓൾ ഐ വാണ്ട് ഈസ് ടു ഫീൽ ദ സീ, എനിക്ക് ഈ കടലിനെ ഫീൽ ചെയ്യണം എന്ന് പറയാണ്. ഒന്നും കൂടി നോക്കിയാ, ഐ നീഡ് ടു ഗോ ബാക്ക് ടു ദ സീ, എനിക്ക് വീണ്ടും കടലിലോട്ട് തിരിച്ചു പോകണം. ഫോർ ദ സീ ഈസ് കോളിംഗ് മീ, കടൽ എന്നെ വിളിക്കുന്നുണ്ട്. ഇറ്റ്സ് എ സ്ട്രോങ് കോൾ, നല്ല സ്ട്രോങ് ആയിട്ട് വിളിക്കുന്നുണ്ട്. ഐ കാൺട്ട് ഇഗ്നോർ, എനിക്ക് ആ കോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഗ്നോർ ചെയ്യാൻ പറ്റൂല. ഓൾ ഐ വിഷ് ഫോർ ഈസ് എ ക്ലിയർ വെതർ, നല്ല തെളിഞ്ഞൊരു ആകാശം വേണം എനിക്ക്. എ വിൻഡി ഡേ, നല്ല കാറ്റുള്ള ഒരു ദിവസം. ഓൾ ഐ വാണ്ട് ഈസ് ടു ഫീൽ ഫ്രീ, എനിക്ക് കടലിലേക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യണം. സോ സെക്കൻഡ് സ്റ്റാൻസയിൽ ഈ കാര്യം മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റിലേക്കോ നോട്ടിലേക്കോ എവിടെയൊക്കെ എഴുതി വെച്ചോളൂ. ഇനി നമ്മുടെ സീ ഫീവർ എന്ന് പറയുന്ന പോയത്തിലെ അവസാനത്തെ സ്റ്റാൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, എനിക്ക് വീണ്ടും കടലിലോട്ട് തന്നെ തിരിച്ചു പോകണം. ടു ദ വാർഗൻ ജിപ്സി ലൈഫ്, എനിക്ക് അലഞ്ഞു തിരിഞ്ഞ് വാണ്ടർ ചെയ്ത് നടക്കുന്നത്, നമ്മളൊരു വാണ്ടർലെസ്റ്റർ എന്നൊക്കെ പറയില്ല, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യുക. അതാണ് ഇവിടെ വാർഗൻ ജിപ്സി ലൈഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കടലിലൂടെ ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കണം എനിക്ക്. അങ്ങനത്തെ ഒരു ലൈഫാണ് എനിക്ക് വേണ്ടത്. ടു ദ ഗുൾസ് വേ, ഗുൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സീഗുൾ ആട്ടോ, കടൽ കാക്കകൾ പോകുന്ന വഴി. ആൻഡ് ദ വെയിൽസ് വേ, തിമ്മീങ്കലങ്ങൾ പോകുന്ന വഴി. അതിനൊക്കെ പിന്തുടർന്ന് എനിക്കിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം, ജീവിതത്തിൽ ഫ്രീ ആയിട്ട് നടക്കണം എന്ന് പറയാണ്. വേർ ദ വിൻഡ് ഈസ് ലൈക്ക് എ വെറ്റഡ് നൈഫ് എന്ന് പറഞ്ഞാൽ
മൂർച്ചയുള്ള ഒരു കത്തി നാട്ടോ. വെറ്റഡ് നൈഫിന്റെ അർത്ഥം അവിടെ കാറ്റൊരു മൂർച്ചയുള്ള കത്തിയെ പോലെ ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട്. ഇതിനിടയിലൂടെ കടൽ കാക്കകളുടെയും തിമ്മീങ്കലത്തിൻ്റെയൊക്കെ പാത പിന്തുടർന്ന് എനിക്കും സഞ്ചരിക്കണം, എനിക്കും ഒരു ജിപ്സി വാഗൺ ലൈഫ് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് വേണം എന്നാണ് നമ്മുടെ ഓദർ നമ്മളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൻ. ഇവിടെ മെറി യാൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി സ്റ്റോറി കേട്ടോ, സന്തോഷം നൽകുന്ന ഒരു കഥ എന്നാട്ടോ. ഹാപ്പി സ്റ്റോറി ഫ്രം എ ലോഫിംഗ് ഫെലോ റോവർ. ഫെലോ റോവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫെലോ പാസഞ്ചർ തന്നെയാണ് കേട്ടോ. എനിക്കിങ്ങനെ യാത്ര പോകുമ്പോൾ എൻ്റെ ഒരു സഹയാത്രികൻ എനിക്കൊരു സന്തോഷമുള്ള കഥ പറഞ്ഞു തരണം, ഞങ്ങൾക്കത് കേട്ട് ചിരിക്കണം എന്ന് പറയാണ്. ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കടൽ യാത്രയും ഈ അലഞ്ഞു തിരിയലും ഈ എന്താ പറയുക സ്റ്റെയറിങ് പിടിക്കലും ഈ കാറ്റും മഴയും പൊടിയും ഒക്കെ കൊണ്ട് തിരിച്ചു വന്ന് എനിക്ക് അവസാനം വീട്ടിലെത്തുമ്പോൾ എനിക്ക് വേണ്ടത് എന്താ, ആൻഡ് ക്വയറ്റ് സ്ലീപ്പ്. എനിക്കൊരു നിശബ്ദമായ നല്ലൊരു ഡീപ്പ് സ്ലീപ്പ്, സ്വസ്ഥമായിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. സ്വീറ്റ് ഡ്രീംസ്, എനിക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ വേണം, എനിക്ക് നല്ല സ്വീറ്റായിട്ടുള്ള സ്വപ്നങ്ങൾ കാണണം. വെൻ ദ ലോങ് ട്രിക്സ് ഈസ് ഓവർ, ആ വലിയൊരു കപ്പൽ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വന്നൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം. ആൻഡ് എ സ്വീറ്റ് ഡ്രീം, നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങണം. വെൻ ദ ലോങ് ട്രിക്ക് ഈസ് ഓവർ, ആ ഒരു കടൽ യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്നാണ് ഡൗട്ട്. ഇനി നമുക്ക് ഈ സ്റ്റാൻസയുടെ എന്ത് നോക്കാം, സമ്മറി നോക്കാം. ഈ ഒരു സ്റ്റാൻസയുടെ സമ്മറി എന്താ? ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ സ്റ്റാൻസയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സമ്മറി നോക്കാം. ഐ വാണ്ട് ടു റിട്ടേൺ ടു ദ സീ. വീണ്ടും പറയാം, എനിക്ക് കടലിലോട്ട് തന്നെ പോകണം. ടു ലിവ് എ വാണ്ടറിങ് ഫ്രീ ലൈഫ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ, ഒരു യാത്രികനായിട്ട് ജീവിക്കാൻ, ഒരു ട്രാവലറായിട്ട് ജീവിക്കാൻ എനിക്ക് വീണ്ടും കടലിലോട്ട് തന്നെ തിരിച്ചു പോകണം. ഫോളോയിങ് ദ സീഗുൾസ് ആൻഡ് വെയിൽസ്, കടൽ കാക്കകളെയും തിമ്മീങ്കലങ്ങളെയും പിന്തുടർന്ന് എനിക്ക് പോകണമെന്ന് പറയാണ്. Where the wind cuts like a sharp knife, അവിടെ കാറ്റടിക്കുന്നത് അല്ലെങ്കിൽ കാറ്റ് എന്നെ ഇങ്ങനെ മുറിച്ച് കീറിപ്പോകുന്നത് ഒരു മൂർച്ചയുള്ള കത്തി പോലെ കാറ്റിങ്ങനെ മുറിച്ച് കീറിപ്പോവാണ്. ഓൾ ഐ വാണ്ട് ഈസ് ഹാപ്പിനെസ്, എനിക്ക് ആകെ കൂടെ വേണ്ടത് സന്തോഷമാണ്. ഹാപ്പിനെസ് സ്റ്റോറി ഫ്രം മൈ ഫെലോ പാസഞ്ചർ, എൻ്റെ കൂടെയുള്ള യാത്രികൻ എന്നോട് പറയുന്ന സന്തോഷമുള്ള കഥകളാണ്. അത് കേട്ട് എനിക്ക് ചിരിച്ച് ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യണം. ആൻഡ് ദെൻ എ പീസ്ഫുൾ സ്ലീപ്പ്, അതിനുശേഷം സമാധാനത്തോടു കൂടി ഒന്ന് എനിക്ക് കിടന്നുറങ്ങണം. വിത്ത് സ്വീറ്റ് ഡ്രീംസ്, നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വെൻ ഇറ്റ്സ് ഓവർ, ഈ ഒരു യാത്ര അവസാനിക്കുമ്പോൾ എന്ന് പറയാണ്. അപ്പം അദ്ദേഹം പറയാണ്, എനിക്ക് വീണ്ടും കടലിലോട്ട് തന്നെ തിരിച്ചു പോകണം. എന്തിനാണ്? ഒരു വാണ്ടർ ലസ്റ്റർ, ഒരു യാത്രികനായിട്ട് അലഞ്ഞു തിരിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കടലിലെ പ്രത്യേകത എന്താ? എന്തിൻ്റെ പാത പിന്തുടർന്നാൽ പോകേണ്ടത്? തിമ്മീങ്കലങ്ങളുടെയും കടൽ കാക്കകളുടെയും പാത പിന്തുടർന്ന് പോകണം. അവിടെ കാറ്റൊരു മൂർച്ചയുള്ള കത്തിയെ പോലെയാണ്. ആൻഡ് എൻ്റെ കൂടെയുള്ള യാത്രക്കാരൻ്റെ തമാശകൾ കേട്ട് കഥകൾ കേട്ട് എനിക്ക് ചിരിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ഈ കടൽ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം, നല്ല സ്വപ്നങ്ങൾ കണ്ട് എനിക്ക് ഉറങ്ങണമെന്ന് പറയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ സീ ഫീവർ എന്ന് പറയുന്ന പോയം. ഇതിൽ കൂടുതൽ കൺഫ്യൂസിങ് ആവാനൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലാവാത്തൊരൊറ്റ കാര്യം ചെയ്യുക, ഞാൻ ഇത് തന്ന സമ്മറി ഇല്ലേ, ആ സമ്മറി നിങ്ങളൊരു പേജിലേക്ക് എഴുതിയെടുക്കുക, ഒരു 5-10 പ്രാവശ്യം വായിക്കുക. നിങ്ങളുടെ സീ ഫീവർ എന്ന് പറയുന്ന പോയം സെറ്റായിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം പഠിക്കുക, ഒരു 5-10 പ്രാവശ്യം അത് വായിച്ചു നോക്കുക. വായിച്ചാലേ പഠിക്കാൻ പറ്റൂ, നല്ലോണം വായിച്ച് പഠിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് സീ ഫീവർ എന്ന് പറയുന്ന പോയം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണാം. അതുവരെ